ഒരുപക്ഷെ നിങ്ങൾ ഗ്രഹിക്കുന്നുണ്ടാവും. പക്ഷേ ഇത് കേരളത്തിലെ മുഴുവൻ തദ്ദേശ സേവന സ്ഥാപനങ്ങളുടെ ആവശ്യമാണ്. വിശിഷ്യ കേരളത്തിലെ 970 പഞ്ചായത്തുകളുടെ ആവശ്യമാണ്. ആ ആവശ്യത്തിന്റെ പേരിൽ നിങ്ങൾ ഉയർത്തുന്ന ന്യായമായ ആവശ്യത്തിന്റെ പേരിൽ നിങ്ങൾ നടത്തുന്ന സമരത്തോടൊപ്പം ഇതിൽ ഗവൺമെന്റ് വാക്ക് പറഞ്ഞത് പുറപ്പെട്ടു പോയാൽ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഇത് ലഘൂകരിച്ച് എല്ലാവർക്കും ഗുണകരമായ രൂപത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം പ്രയാസമില്ലാത്ത രൂപത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം ന്യായമായ വരുമാനം കിട്ടുന്ന രൂപത്തിൽ പ്രകൃതിക്കും തടസ്സമാവാത്ത രൂപത്തിൽ കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾ ലഘൂകരിക്കാമെന്ന് തന്നുള്ള വാക്കിൽ നിന്ന് ഏതെങ്കിലും സമ്മർദ്ദത്തിന്റെ പേരിൽ ആരെങ്കിലും പുറപ്പെട്ടു പോയാൽ നിർബന്ധിതമായാൽ ഈ സമരം കേരളത്തിലെ പഞ്ചായത്തുകൾ ഏറ്റെടുക്കും, കേരളത്തിലെ ഗ്രാമപഞ്ചായത്തുകൾ ഏറ്റെടുക്കും എന്ന് പ്രഖ്യാപിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം ഞങ്ങൾ ആലോചിച്ച് ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് വളരെ വിശദമായി ആലോചിച്ചതിനു ശേഷവും ബന്ധപ്പെട്ട മന്ത്രിമാരുമായി ഈ കഴിഞ്ഞ ദിവസം 22-ാം തീയതി ഗ്രാമപഞ്ചായത്ത് മന്ത്രി ശ്രീ മുനീറുമായി സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഉയർന്ന നാശങ്ങളുടെ അടിസ്ഥാനത്തിൽ നഗരകാര്യ വകുപ്പ് മന്ത്രി മഞ്ഞളാപ്പുള്ളിയുമായി സംസാരിച്ച് അതിന്റെ അടിസ്ഥാനമാണ് പറയുന്നത് ഏതെങ്കിലും കാരണവശാൽ ഗവൺമെന്റ് അതിന്റെ നീതമായ ലക്ഷ്യങ്ങളിൽ നിന്ന് ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ പുറകോട്ട് പോയാൽ തീർച്ചയായും നമുക്ക് ഒന്നിച്ച് സമര പോരാട്ടത്തിൽ നിൽക്കാം. തീർച്ചയായും ജനങ്ങൾക്ക് വേണ്ടി നടത്തുന്ന സമരം, തദ്ദേശ സ്ഥാപനങ്ങൾക്ക് വേണ്ടി നടത്തുന്ന സമരം, നാടിന്റെ മേഖലയുടെ സമരം